യുകെയിലെ നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റിയ ഇന്ത്യൻ കുടിയേറ്റം. ബിലാത്തി വാർത്ത പ്രത്യേക റിപ്പോർട്ട് കേൾക്കാം. ഇത് ലണ്ടനാണ്, പക്ഷേ ഇവിടെ കേൾക്കുന്നത് പഞ്ചാബിയും ഗുജറാത്തിയുമാണ്. ഇത് ബ്രിട്ടനാണ്, പക്ഷേ ഈ തെരുവുകളിൽ ഇന്ത്യയുടെ മണമാണ്. സാരി ഷോറൂമുകൾ, മസാലക്കടകൾ, ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, ഇന്ത്യൻ ഭക്ഷണശാലകൾ. ബ്രിട്ടനിലെ ചില നഗരങ്ങളിൽ നടക്കുമ്പോൾ ഇന്ത്യ വിട്ടിട്ടില്ലെന്ന് പോലും തോന്നും. എന്നാൽ എങ്ങനെയാണ് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ഒരു രാജ്യം ബ്രിട്ടന്റെ നഗരങ്ങളുടെ മുഖച്ഛായ തന്നെ മാറ്റിയത്? ഇത് ഒരു കുടിയേറ്റത്തിന്റെ മാത്രം കഥയല്ല. അധ്വാനത്തിന്റെ, അതിജീവനത്തിന്റെ, തലമുറകളെ മാറ്റിമറിച്ച വിജയത്തിന്റെ കഥയാണ്. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം തൊഴിലാളികളുടെ കടുത്ത ക്ഷാമം നേരിട്ട ബ്രിട്ടൻ കോമൺവെൽത്ത് രാജ്യങ്ങളിൽ നിന്ന് തൊഴിലാളികളെ ക്ഷണിച്ചു. ഇന്ത്യയിൽ നിന്നും പിന്നീട് കിഴക്കൻ ആഫ്രിക്കയിൽ നിന്നും ആയിരക്കണക്കിന് ഇന്ത്യൻ കുടുംബങ്ങൾ പുതിയ ജീവിതം തേടി ബ്രിട്ടനിലെത്തി. പക്ഷേ അവരുടെ തുടക്കം അത്ര എളുപ്പമായിരുന്നില്ല. അപരിചിതമായ കാലാവസ്ഥ, ഭാഷയുടെ വെല്ലുവിളി, വംശീയ വിവേചനം, കഠിനമായ ജോലികൾ, ഇതെല്ലാം അതിജീവിച്ചാണ് ആദ്യ തലമുറ പുതിയ ജീവിതം പടുത്തുയർത്തിയത്. സ്കോട്ട്ലൻഡിലെ ഗ്ലാസ്ഗോ, വടക്കു പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ബ്ലാക്ക്ബേൺ, ബോൾട്ടൺ തുടങ്ങിയ വ്യാവസായിക നഗരങ്ങളിലാണ് ഇന്ത്യൻ തൊഴിലാളികൾ ആദ്യം ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചത്. ടെക്സ്റ്റൈൽ മില്ലുകളിലും ഫാക്ടറികളിലും ജോലി ചെയ്തിരുന്ന അവർ പിന്നീട് സ്വന്തം കടകളും ചെറുകിട ബിസിനസ്സുകളും ആരംഭിച്ചു. ഇന്ന് ഈ നഗരങ്ങളിലെ നിരവധി വിജയകരമായ കുടുംബ സംരംഭങ്ങളുടെ പിന്നിലും ഇന്ത്യൻ വംശജരുടെ അധ്വാനമുണ്ട്. ലണ്ടൻ ഇന്ത്യയുടെ മറ്റൊരു മുഖം. ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ ഇന്ന് ഇന്ത്യൻ സമൂഹത്തിന്റെ സാന്നിധ്യം ഏറ്റവും ശക്തമായി അനുഭവപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ഹൗൺസ്ലോ, ഹാരോ, വെംബ്ലി, ഇൽഫോർഡ് ഇവ വെറും താമസ കേന്ദ്രങ്ങളല്ല, ഇന്ത്യൻ സംസ്കാരത്തിന്റെ സജീവ കേന്ദ്രങ്ങളാണ്. സാരി ഷോറൂമുകൾ, ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റുകൾ, മസാലക്കടകൾ, ആഭരണശാലകൾ, ക്ഷേത്രങ്ങൾ, ഗുരുദ്വാരകൾ, ഇന്ത്യൻ ഭക്ഷണശാലകൾ. ഇന്ത്യയുടെ ജീവിത രീതിയെ ഓർമ്മിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. 1972 ഉഗാണ്ടയിൽ നിന്ന് പുറത്താക്കപ്പെട്ട നിരവധി ഇന്ത്യൻ കുടുംബങ്ങൾ പുതിയ ജീവിതം ആരംഭിച്ചതും ഈ പ്രദേശങ്ങളിൽ ആയിരുന്നു. ഇന്ന് വെംബ്ലിയിലെ ശ്രീ സ്വാമിനാരായണൻ മന്ദിർ യൂറോപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ ഹിന്ദു ക്ഷേത്രങ്ങളിലൊന്നായി മാറിയിരിക്കുന്നു. വ്യാവസായിക ബ്രിട്ടനെ പടുത്തുയർത്തിയ കൈകൾ ബർമിംഗ്ഹാം, കവൻട്രി, സ്മെത്വിക്, വോൾവർഹാംപ്റ്റൺ, സ്ലോ. ഈ നഗരങ്ങളുടെ വളർച്ചയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സമൂഹത്തിന്റെ പങ്ക് നിർണായകമാണ്. പ്രത്യേകിച്ച് പഞ്ചാബി സിഖ് സമൂഹ നിർമ്മാണം, ഗതാഗതം, വ്യവസായം, ചെറുകിട വ്യാപാരം എന്നീ മേഖലകളിൽ ശക്തമായ സാന്നിധ്യം സ്ഥാപിച്ചു. പിന്നീട് രണ്ടാം തലമുറ വിദ്യാഭ്യാസത്തിലേക്ക് തിരിഞ്ഞു. ഇന്ന് ഡോക്ടർമാർ, അധ്യാപകർ, അഭിഭാഷകർ, എഞ്ചിനീയർമാർ, സംരംഭകർ, രാഷ്ട്രീയ നേതാക്കൾ എന്നിങ്ങനെ എല്ലാ മേഖലകളിലും ഇന്ത്യൻ വംശജർ മുന്നിലാണ്. ബ്രിട്ടീഷ് ഇന്ത്യൻ ഭക്ഷണ സംസ്കാരത്തിന്റെ പ്രതീകമായി മാറിയ ബാൽട്ടി കറി ലോക പ്രശസ്തമായതും ബർമിംഗ്ഹാമിലൂടെയാണ്. സൗത്താൽ, ലിറ്റിൽ ഇന്ത്യ. ലണ്ടനിലെ സൗത്താൽ ഇന്ന് ലോകമെമ്പാടും ലിറ്റിൽ ഇന്ത്യ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ തെരുവിലൂടെ നടന്നാൽ ഇന്ത്യയിലെ ഒരു നഗരത്തിലാണോ എന്ന തോന്നൽ സ്വാഭാവികമാണ്. പഞ്ചാബി സംഗീതം, സ്വർണ്ണാഭരണശാലകൾ, മധുരക്കടകൾ, സാരി ഷോറൂമുകൾ, പരമ്പരാഗത ഭക്ഷണശാലകൾ. ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഹൃദയമിടിപ്പ് ഇന്നും ഇവിടെ അനുഭവിക്കാം. ദീപാവലിയും വൈശാഖിയും പോലുള്ള ആഘോഷങ്ങൾ ആയിരക്കണക്കിന് ആളുകളെ ഇവിടെ ഒന്നിപ്പിക്കുന്നു. ലെസ്റ്റർ ഇന്ത്യൻ വിജയത്തിന്റെ പ്രതീകം. ഇന്ത്യൻ സ്വാധീനത്തിന്റെ കാര്യത്തിൽ ബ്രിട്ടനിലെ ഏറ്റവും ശ്രദ്ധേയമായ നഗരങ്ങളിൽ ഒന്നാണ് ലെസ്റ്റർ. പ്രശസ്തമായ ബെൽഗ്രേവ് റോഡ് അഥവാ ഗോൾഡൻ മൈൽ,
ഇന്ത്യക്ക് പുറത്തുള്ള ഏറ്റവും വലിയ ദീപാവലി ആഘോഷങ്ങൾക്ക് വേദിയാകുന്നു. നൂറുകണക്കിന് ഇന്ത്യൻ റെസ്റ്റോറൻറ്റുകൾ, ആഭരണ വ്യാപാര സ്ഥാപനങ്ങൾ, വസ്ത്രവ്യാപാര കേന്ദ്രങ്ങൾ, കുടുംബ സംരംഭങ്ങൾ എല്ലാം ചേർന്ന് ലെസ്റ്ററിനെ ഒരു ബഹുസാംസ്കാരിക നഗരത്തിന്റെ മാതൃകയാക്കി മാറ്റിയിരിക്കുന്നു. ഒരു തലമുറയുടെ യാത്ര. ഒരു കാലത്ത് ഫാക്ടറികളിൽ ജോലി ചെയ്തിരുന്ന കുടിയേറ്റ തൊഴിലാളികളുടെ മക്കളും കൊച്ചുമക്കളുമാണ് ഇന്ന് ബ്രിട്ടന്റെ ആശുപത്രികളിലും സർവകലാശാലകളിലും കോടതികളിലും പാർലമെന്റിലും ആഗോള കമ്പനികളുടെ നേതൃത്വത്തിലും എത്തി നിൽക്കുന്നത്. അധ്വാനം, വിദ്യാഭ്യാസം, സംരംഭകത്വം, ഈ 3 ശക്തികളാണ് ഇന്ത്യൻ സമൂഹത്തെ ബ്രിട്ടന്റെ വികസനത്തിന്റെ അഭിന്ന ഘടകമാക്കിയത്. അതോടൊപ്പം സ്വന്തം ഭാഷയും സംസ്കാരവും മതവിശ്വാസങ്ങളും ഉത്സവങ്ങളും സംരക്ഷിച്ചുകൊണ്ട് പുതിയ തലമുറയെ വളർത്തിയെടുക്കാനും ഈ സമൂഹത്തിന് കഴിഞ്ഞു. ബ്രിട്ടനിലെ നഗരങ്ങളുടെ മുഖച്ഛായ മാറ്റിയ ഇന്ത്യൻ കുടിയേറ്റത്തിന്റെ കഥ. അത് കുടിയേറ്റത്തിന്റെ മാത്രം കഥയല്ല, ഒരു പുതിയ രാജ്യത്ത് പ്രതീക്ഷ വിതച്ച മനുഷ്യരുടെ കഥയാണ്. കഠിനാധ്വാനത്തിലൂടെ സ്വന്തം ജീവിതവും സമൂഹവും മാറ്റിമറിച്ച ഒരു തലമുറയുടെ കഥയാണ്. ബ്രിട്ടന്റെ ആധുനിക ചരിത്രം എഴുതുമ്പോൾ ഇന്ത്യൻ സമൂഹത്തിന്റെ അധ്യായം ഒഴിവാക്കാൻ കഴിയില്ല. കാരണം അവർ ബ്രിട്ടനിലേക്ക് മാത്രം വന്നില്ല, ബ്രിട്ടനെ തന്നെ മാറ്റിമറിച്ചു. ഇതോടെ ഇന്നത്തെ ബിലാത്തി വാർത്ത പ്രത്യേക റിപ്പോർട്ട് സമാപിക്കുന്നു. കൂടുതൽ UK വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ബിലാത്തി വാർത്ത സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.